ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ രണ്ടു ദിവസമൊക്കെ വീഡിയോ കേട്ടിട്ട് അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു. കാച്ചിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ നട്ടു, രണ്ടുമൂന്ന് മൂട്, ഒരുപാട് നട്ടില്ല, രണ്ടുമൂന്ന് മൂട് പറമ്പിൽ നട്ടു. പിന്നെ നമ്മൾ നമ്മുടെ വീട് വേണ്ട സമയത്ത് നമുക്ക് സിമെന്റിന്റെ ചാക്കുണ്ടായിരുന്നു ചെറുത്, അപ്പൊ അതിൽ നമ്മൾ ഒരു 4 പൂള് കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ഏതിലാണ് ബെറ്റർ റിസൾട്ട് കിട്ടിയതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാലോ. കാച്ചിൽ നട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കാച്ചിലാണെങ്കിൽ 3-4 മൂട് കൊണ്ട് ചെന്ന് ഞാൻ പിന്നെ തറയിൽ നട്ട്, അത് ഇപ്പൊ കിളച്ച് നോക്കിയിട്ട് ഒരു നാരങ്ങയുടെ അത്രയും പോലും വലിപ്പത്തിലുള്ള കാച്ചിൽ കിട്ടിയില്ല. ഞാൻ അതിനോട് ചാക്കിനകത്ത് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയതാണ്. ചാക്കിനകത്ത് 4 ചാക്കിനകത്ത് ഞാൻ 4 പൂള് കാച്ചിൽ നട്ടായിരുന്നു. അത് നമുക്ക് ആവശ്യത്തിന്, വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള സാധനം കിട്ടി. ഏറ്റവും നല്ലത് നമ്മൾ ചാക്കിനകത്ത് വെച്ച് നടുന്നതാണ്. അത് ഞാൻ ആദ്യം ഇച്ചിരി കരിയില ഇട്ടു, പിന്നെ ഇച്ചിരി വളവ് ഇട്ടു, പിന്നെ മണ്ണ് വാരി ഇട്ടു. അങ്ങനെ 2-3 ലെയറായിട്ട് കരിയിലയും വളവായിട്ട് ഇട്ടതിന് ശേഷം ഒരു കാച്ചിൽ 4 പൂളാക്കിയിട്ട് ഒരു പൂള് കാച്ചിൽ ഒരു ചാക്കിനകത്ത് വെച്ച് നട്ടതാ. പിന്നെ ഞാൻ വളവും ഒന്നും ചെയ്തതുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങ് സന്തോഷമായി. അത് ഞാൻ ചെന്ന് കുലുക്കി എടുത്ത് നോക്കിയപ്പോ നല്ല 4 കാച്ചിൽ എനിക്ക് കിട്ടി. ഏറ്റവും നല്ലത് ഇങ്ങനെ ചാക്കിനകത്ത് കാച്ചിൽ നടുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരെണ്ണം എടുക്കാൻ പോവാ. 3 എണ്ണം എടുത്ത് അത് കാണിക്കുന്നു. ണ്ടേ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ വലിയ വളമൊന്നും ചെയ്തില്ല, അന്ന് ചെയ്ത വളമാണ്. സത്യം പറഞ്ഞ ഒരു സന്തോഷമായി മനസ്സിനകത്ത്. നമുക്ക് വിൽക്കാനും ഒന്നും ഇല്ലേലും നമുക്ക് 4 എണ്ണം ഇതേ സൈസ് 4 എണ്ണം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുണ്ടല്ലോ ഒരു അവിയലോ എന്തെങ്കിലും ഒക്കെ വെക്കാനും നല്ല കാര്യമല്ലോ. സന്തോഷമായി. വേഗം ഇങ്ങനെ 4 എണ്ണം കിട്ടി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാക്കിനകത്ത് വേറെ ജോലിപ്പാടൊന്നുമില്ല. ഇതുപോലെ പറഞ്ഞോണം. കണ്ടോ, നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാക്കിനകത്ത് നോക്കുകയാണെങ്കിൽ വലിയ ചാക്കിലിട്ട് ഞാനിതൊരു 15 കിലോ കൊള്ളുന്ന ഒരു ചാക്കിനകത്താണ് നട്ടത്. അതിനുശേഷമാണ് ആ കൊച്ചി ചാക്കിനകത്ത് ചിലതിന്റെ പുറത്തോട്ട് വന്നായിരുന്ന കാച്ചിൽ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തറയിൽ പോയി ഞാനും മാച്ചാനോടെ പോയി ഇപ്പം കിളച്ച് നോക്കിയപ്പം ഒട്ടും കിട്ടിയില്ല. പക്ഷെ ഇത് 4 എണ്ണമായാലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ തറയിൽ നട്ടിൽ നമുക്ക് ഒട്ടും റിസൾട്ട് കിട്ടിയില്ല. കാരണം ചെറിയ കാച്ചിലാണ് നമുക്ക് കിട്ടിയത്. അത് കിളയ്ക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ചാക്ക് ഇങ്ങനെ ഇരുമ്പ് വെച്ച് കട്ട് ചെയ്ത് തട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും എടുക്കാൻ. അപ്പൊ നമുക്ക് കണ്ടോ, ഓരോ 4 മൂടാണ് ഞങ്ങൾ നട്ടത്. ഓരോ ചാക്കിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നമുക്ക് കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ചാക്കി നടുന്നതാണ്. കാരണം കുറച്ച് മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ചാക്കിൽ ഫില്ല് ചെയ്ത് വെച്ച് വളവിട്ട് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് വളവിട്ട് കൊടുത്തിട്ടില്ല ഞങ്ങളിത്. പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ പറമ്പൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സഹായമായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട കാച്ചിലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്താ ചെറിയ ബാഗ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ബാഗ് ആയാലും മതി, നമ്മുടെ വീട് ഷെയ്ഡിൽ വെച്ചാൽ മതിയാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ, സീ യു.